ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ് കേട്ടോ. അതിനായിട്ട് കപ്പ ഞാൻ 1 കിലോന് എടുത്തിട്ടുണ്ട്. കപ്പ മാടുകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ചിലപ്പോൾ കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. കപ്പ നന്നാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ നടുവിൽ ഞാര് പോലുള്ളൊരു ഭാഗമുണ്ട്, അതെടുത്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കപ്പേനെ ഞങ്ങൾ തൃശ്ശൂരുകാർ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കപ്പ, ചീനി, പൂള, കൊള്ളി അങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ ടപ്പിയോക്ക എന്നും പറയും. ഞാൻ തൃശ്ശൂരുകാരിയാണ്. അപ്പം ഞങ്ങൾ കപ്പേനെ പറയുക കൊള്ളിക്കിഴങ്ങ് എന്നാണ്. ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങും കൂടിയാണ് കേട്ടോ കൊള്ളി. തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ വെള്ളം വയ്ക്കുക. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർക്കുക. എന്നിട്ട് വേവിക്കാൻ വെക്കുക. ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. പാല് ചേർത്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. കപ്പ നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ 1-ാം പാലും 2-ാം പാലും ചേർത്താണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1-ാം പാല് മാത്രമായിട്ട് ചേർക്കുമ്പോൾ അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുപ്പിൽ പാൻ വെച്ചിട്ട് അതിൽ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 5 ഉള്ളി 3 പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി പാൽക്കപ്പയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ടേസ്റ്റി പാൽക്കപ്പ തയ്യാർ.